الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الناس أوصيكم ونفسي أولا بتقوى الله പ്രിയമുള്ള വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും സാഹചര്യങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് പൂർണ്ണ തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഇഷ്ടപ്പെടുന്നവരായി ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഇന്നീ ഖുതുബയിൽ മുഅ്മിനീങ്ങളെ ഉണർത്താനുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനെ സംബന്ധിച്ചാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ 11-ാം വർഷം റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ് വഫാത്തായത്. ഹിജ്റ 11 സഫർ മാസം ആദ്യത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദിൻ്റെ രണാങ്കളത്തിലേക്ക് പോയി. ഉഹദിലെ ശുഹദാക്കളെ സന്ദർശിച്ചു, അവർക്ക് വേണ്ടി ദുആ ചെയ്തു, ഇസ്തിഗ്ഫാർ ചെയ്തു. അവസാനമായി അവരോട് യാത്ര പറയുന്നത് പോലെ അല്ലാഹുവിൻ്റെ റസൂൽ അവരോട് യാത്ര പറഞ്ഞ് തിരിച്ച് മദീന പള്ളിയിലേക്ക് വന്നു. മദീന പള്ളിയിൽ വന്ന് മിമ്പറിൽ കയറി സഹാബാക്കളോട് അല്ലാഹുവിൻ്റെ റസൂൽ സംസാരിച്ചു. ഇന്നി ഫറതുക്കും, സഹാബാക്കളെ, എൻ്റെ ഹൗലിൻ്റെ അടുക്കൽ ഞാൻ നിങ്ങളെ കാത്തിരിക്കും. വ ഇന്നി ഷഹീദുൻ അലൈക്കും, നാളെ ആഖിറത്തിൽ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ അടുക്കൽ ഞാൻ സാക്ഷിയായി വരികയും ചെയ്യും. വല്ലാഹി ഇന്നി ലഅൻദുറു ഇലാ ഹൗലി അൽആൻ, ഞാൻ ഇന്നെൻ്റെ ഹൗല് കാണുന്നത് പോലെയുണ്ട്. വ ഇന്നി ഉഅ്തീതു മഫാത്തിഹൽ അർദ്, എനിക്ക് ഭൂമിയുടെ ഖജനാവുകൾ നൽകപ്പെട്ടു. നിങ്ങൾ എനിക്ക് ശേഷം ഷിർക്ക് ചെയ്യുന്നത് ഞാൻ ഭയപ്പെടുന്നില്ല, മറിച്ച് നിങ്ങൾക്ക് ദുനിയാവ് വിശാലമാക്കപ്പെടുകയും അതിൻ്റെ പിറകിൽ നിങ്ങൾ പരസ്പരം മത്സരിക്കുകയും ചെയ്യുന്നത് ഞാൻ ഭയപ്പെടുന്നു.
എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് രാത്രി, സഫർ മാസം ആദ്യത്തിൽ അന്ന് രാത്രി പകുതി കഴിഞ്ഞതിന് ശേഷം ബഖീഉൽ ഗർഖദിലേക്ക് പോയി. മദീനയിലെ മുഅ്മിനീങ്ങളുടെ ഖബർസ്ഥാൻ ബഖീഉൽ ഗർഖദിൽ ചെന്ന് അവിടെ മറമാടപ്പെട്ട മുഅ്മിനീങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിൻ്റെ റസൂൽ ഇസ്തിഗ്ഫാർ ചെയ്തു. അവർക്കൊരു സന്തോഷ വാർത്തയും അല്ലാഹുവിൻ്റെ റസൂൽ അറിയിച്ചു, ഇന്നാ ബിക്കും ലാഹിഖൂൻ, പ്രിയമുള്ളവരെ, നിങ്ങളിലേക്ക് ഞാനും ചേരുകയാണ്. അത് സന്തോഷ വാർത്തയായിരുന്നു മുഅ്മിനീങ്ങൾക്ക്, മരണപ്പെട്ടവർക്ക്. ആ മാസം അവസാനം ഹിജ്റ 11 സഫർ മാസം 29 അന്ന് അവസാനം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബിയുടെ ജനാസയിൽ പങ്കെടുത്തു. ബഖീഉൽ ഗർഖദിൽ ഒരു സഹാബിയുടെ ജനാസയിൽ പങ്കെടുത്തു അല്ലാഹുവിൻ്റെ റസൂൽ. ജനാസയിൽ പങ്കെടുത്ത് തിരിച്ചു വരുന്നതിനിടയിൽ അല്ലാഹുവിൻ്റെ റസൂലിന് ചെറിയൊരു തലവേദന അനുഭവപ്പെട്ടു. നേരെ വീട്ടിലേക്ക് വന്ന് ആയിഷ റളിയല്ലാഹുഅൻഹയോട് പറഞ്ഞു, ആയിഷ, എനിക്ക് തലവേദനിക്കുന്നു, എനിക്ക് വല്ലാത്ത വേദന അനുഭവപ്പെടുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് കാരണമാക്കിയ രോഗം അന്ന് തുടങ്ങുകയാണ്. സഫർ മാസം 29 അന്ന് രോഗം ആരംഭിക്കുകയാണ്. ശേഷം 11 ദിവസം അല്ലാഹുവിൻ്റെ റസൂല് രോഗബാധിതനായി കിടന്നു. മരണത്തിൻ്റെ ഒരാഴ്ച മുമ്പ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മൈമൂന റളിയല്ലാഹു അൻഹയുടെ വീട്ടിലായിരുന്നു. അല്ലാഹുവിൻ്റെ റസൂൽ ചോദിച്ചുകൊണ്ടുണ്ട് ഭാര്യമാരോട്, ഐന അന ഗദൻ, ഞാൻ നാളെ ആരുടെ വീട്ടിലാണ്? റസൂലിൻ്റെ ആവർത്തിച്ചുള്ള ചോദ്യത്തിൽ ഭാര്യമാർ മനസ്സിലാക്കി അല്ലാഹുവിൻ്റെ റസൂൽ ആയിഷയുടെ വീട് ഇഷ്ടപ്പെടുന്നു, അവസാന നാൾ ചിലവഴിക്കാൻ. എല്ലാ ഭാര്യമാരും അനുവാദം കൊടുത്തു. ഫദ്ൽ ഇബ്നു അബ്ബാസിൻ്റെയും അലി ഇബ്നു അബി താലിബിൻ്റെയും തോളിൽ കൈവച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ട പത്നി ആയിഷ റളിയല്ലാഹുവിൻ്റെ വീട്ടിലേക്ക് എത്തി. അവസാനത്തെ ആഴ്ച അല്ലാഹുവിൻ്റെ റസൂല് ആയിഷ റളിയല്ലാഹുവിൻ്റെ കൂടെ ജീവിച്ചു ഒരാഴ്ച ദിവസം. മരണപ്പെടുന്നതിൻ്റെ 5 ദിവസം മുമ്പ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ലാത്ത വേദന അനുഭവപ്പെട്ടു. വല്ലാതെ പ്രയാസപ്പെട്ടപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് പോയി. അവിടുന്ന് മിമ്പറിൽ കയറി ഇരുന്നു അല്ലാഹുവിൻ്റെ റസൂൽ. സാധാരണ മിമ്പറിൽ നിന്നിട്ടായിരുന്നു അല്ലാഹുവിൻ്റെ റസൂൽ സംസാരിക്കാറ്. വേദന കാരണം ക്ഷീണിതനായ അല്ലാഹുവിൻ്റെ റസൂൽ മിമ്പറിൽ ഇരുന്നു കൊണ്ട് സഹാബാക്കളോട് സംസാരിച്ചു. ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസാറ, യഹൂദികൾക്കും നസ്രാണികൾക്കും അല്ലാഹുവിൻ്റെ ലഅനത്തുണ്ടാകട്ടെ. ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവർ അവരുടെ നബിമാരുടെ ഖബറുകൾ ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റി. വല തത്തഖിദു ഖബ്രി വസനൻ യുഅബദ്, സഹാബാക്കളെ, നിങ്ങൾ എൻ്റെ ഖബർ ഒരു ആരാധനാ കേന്ദ്രമാക്കി മാറ്റരുത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ളുഹുർ നിസ്കാരത്തിന് ശേഷം വീണ്ടും സഹാബാക്കളോട് സംസാരിച്ചു. ഊസിക്കും ബിൽ അൻസാർ, സഹാബാക്കളെ, അൻസാറുകളോട് നല്ല രീതിയിൽ പെരുമാറാൻ ഞാൻ നിങ്ങളെ ഉപദേശിക്കുന്നു. കാരണം ഫഇന്നഹും കരിശി വഅയ്ബതി, അവരെൻ്റെ അടുത്ത ആൾക്കാരാണ്, അവരെൻ്റെ പ്രിയപ്പെട്ടവരാണ്, അവരോട് നിങ്ങൾ നല്ല രീതിയിൽ പെരുമാറണം. മരണത്തിൻ്റെ 5 ദിവസം മുമ്പ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കളോട് പറഞ്ഞു, ഇന്ന അബ്ദൻ ഖയ്യറഹുല്ലാഹു സഹറത്തദ് ദുനിയ വമാ ശാ വബൈനമാ ഇൻദല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരടിമക്ക് ഒന്നുകിൽ ദുനിയാവ് തിരഞ്ഞെടുക്കണം, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് തിരഞ്ഞെടുക്കാൻ അനുവാദം നൽകി. ആ അടിമ അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് തിരഞ്ഞെടുത്തു. ഇത് കേട്ട സഹാബാക്കളിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞു. സഹാബാക്കൾ ചോദിച്ചു, അബൂബക്കർ, താങ്കൾ എന്തിനാണ് ഈ കരയുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരടിമയെ സംബന്ധിച്ചാണ് പറഞ്ഞത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ അടിമ അല്ലാഹുവിൻ്റെ റസൂലാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണം തിരഞ്ഞെടുത്തിട്ടുണ്ട്. മരണപ്പെടുന്നതിൻ്റെ 4 ദിവസം മുമ്പ് ഒരു വ്യാഴാഴ്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ലാതെ വേദന അധികരിച്ചപ്പോൾ സഹാബാക്കളോട് പറഞ്ഞു, ഹലുമ്മു ഇലയ്യ കിതാബൻ അക്തുബു ലക്കും ലൻ തദില്ലു ബഅദി. സഹാബാക്കളെ, നിങ്ങൾ എനിക്ക് എഴുതേണ്ട വസ്തുക്കൾ കൊണ്ടുതാ, ഞാൻ നിങ്ങൾക്ക് ചില നിർദ്ദേശങ്ങൾ എഴുതി തരാം. എൻ്റെ ശേഷം നിങ്ങൾ വഴിവിഴക്കാതിരിക്കാൻ ആ എഴുത്ത് നിങ്ങൾക്ക് നല്ലതാണ്. സഹാബാക്കൾ കൂടിയിരുന്നു.
ആ സഹാബാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. ചില സഹാബാക്കൾ പറഞ്ഞു അള്ളാഹിൻ്റെ റസൂലിന് എഴുതാൻ സാമഗ്രികൾ കൊണ്ടു കൊടുക്കണം. മറ്റു ചിലർ പറഞ്ഞു വേണ്ട, അള്ളാഹിൻ്റെ റസൂൽ വലിയ പ്രയാസത്തിലാണ്, എഴുതാൻ കൊടുക്കണ്ട. സഹാബാക്കളുടെ ശബ്ദമുയർന്നു അള്ളാഹിൻ്റെ റസൂലിൻ്റെ സന്നിധിയിൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ അവിടുന്ന് മാറ്റി. അബ്ദുല്ലാഹിബ്ൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 4 വസിയത്തുകൾ നമുക്ക് നൽകി. ഒന്ന്, അറേബ്യയിൽ നിന്നും മുശ്രിക്കീങ്ങളെ മാറ്റിപ്പാർപ്പിക്കണം, മുശ്രിക്കീങ്ങൾക്ക് അവിടെ സ്ഥാനമില്ല. രണ്ടാമത്തത്, നിവേദന സംഘങ്ങൾ വരുമ്പോൾ അവർക്ക് ഹദിയകൾ കൈമാറണം. മൂന്നാമത്തത്, ഉസാമത്ത് ബിൻ സൈദ് റളിയല്ലാഹു അൻഹുവിൻ്റെ സൈന്യത്തെ പറഞ്ഞയക്കണം. അങ്ങനെ ചില വസിയത്തുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കൾക്ക് നൽകി. അന്ന് വ്യാഴാഴ്ച ഇശാ നിസ്കാരത്തിൻ്റെ സമയം സഹാബാക്കളൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാത്തിരിക്കാൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേദന അധികരിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹയോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖിനെ ഇമാമത്തിന് ഏൽപ്പിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വലിയ സ്ഥാനം അബൂബക്കർ സിദ്ദീഖിനെ ഏൽപ്പിക്കാൻ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരിക്കെ സഹാബാക്കൾക്ക് ഇമാമത്തായിട്ട് നിസ്കരിച്ചു ഇശാ നിസ്കാരം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശേഷം 2 ദിവസം മുമ്പ് ഒരു ശനിയാഴ്ച അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയ വേദന അനുഭവപ്പെട്ടു, വല്ലാതെ പ്രയാസപ്പെട്ടു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ളുഹുർ നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് വന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ സഹാബാക്കളായിട്ട് നിസ്കരിക്കാൻ. അള്ളാഹിൻ്റെ റസൂല് വന്ന് അബൂബക്കർ സിദ്ദീഖിൻ്റെ ഇടതുഭാഗത്തിരുന്ന് നേതൃത്വം നൽകി ഇമാമത്തിന് വേണ്ടി. അവസാനമായി റസൂലിൻ്റെ കൂടെ അള്ളാഹിൻ്റെ റസൂൽ സഹാബാക്കളുടെ കൂടെ അള്ളാഹിൻ്റെ റസൂല് നിസ്കരിച്ച നിസ്കാരമായിരുന്നു അത്. ശേഷം മരണത്തിൻ്റെ 1 ദിവസം മുമ്പ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാതെ അവശനായി പ്രയാസം അനുഭവിക്കാൻ തുടങ്ങി. വേദന സഹിക്കാൻ കഴിയുന്നില്ല. ആയിഷ റളിയല്ലാഹു അൻഹയെ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ആയിഷ, ഖൈബറിൽ വെച്ച് അന്ന് കഴിച്ച ആ ഭക്ഷണത്തിൻ്റെ വിഷം എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഞായറാഴ്ച ദിവസം മരണത്തിൻ്റെ 1 ദിവസം മുമ്പ് അള്ളാഹിൻ്റെ റസൂലിൻ്റെ അടിമകളൊക്കെ മോചിപ്പിച്ചു. കയ്യിലുണ്ടായിരുന്ന 7 ദീനാർ അത് മുഅ്മിനീങ്ങൾക്ക് സദഖയായിട്ട് അള്ളാഹിൻ്റെ റസൂൽ നൽകി. റസൂലിൻ്റെ ആയുധങ്ങൾ അത് മുഅ്മിനീങ്ങൾക്ക് ഹദിയായിട്ട് അള്ളാഹിൻ്റെ റസൂൽ നൽകി. ഒന്നും കയ്യിലില്ലാത്ത അവസ്ഥ, എല്ലാം തീർത്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തിന് വേണ്ടി തയ്യാറെടുത്തു. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ആ ദിവസം ഞായറാഴ്ച രാത്രി അള്ളാഹിൻ്റെ റസൂലിൻ്റെ വീട്ടിൽ വിളക്ക് കത്തിക്കാൻ അയൽവാസിയിൽ നിന്നും ഞാൻ എണ്ണ കടം വാങ്ങിയിട്ടാണ് വിളക്ക് കത്തിച്ചത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു, എല്ലാം കൊടുത്ത് അള്ളാഹിൻ്റെ റസൂൽ മരണത്തിന് വേണ്ടി തയ്യാറായിട്ട് നിന്നു. തിങ്കളാഴ്ച രാവിലെ റബീഉൽ അവ്വൽ 12 അന്ന് സുബ്ഹി നിസ്കാരത്തിൻ്റെ സമയം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സഹാബാക്കൾക്ക് ഇമാമത്തായിട്ട് നിസ്കരിക്കാൻ. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വീടിൻ്റെ മറയൊന്ന് നീക്കി. ഫനളറ ഇലൈഹിം വഹും ഫി സുഫൂഫിസ് സലാഹ്. അള്ളാഹിൻ്റെ റസൂൽ സഹാബാക്കളെ നോക്കി. സഹാബാക്കൾ നിസ്കാരത്തിൽ സഫായി നിൽക്കാൻ. ഫതബസ്സം. ആ രംഗം കണ്ടിട്ട് അള്ളാഹിൻ്റെ റസൂൽ ഒന്ന് പുഞ്ചിരിച്ചു. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹിൻ്റെ റസൂല് നമ്മുടെ കൂടെ നിസ്കാരത്തിൽ പങ്കെടുക്കുമെന്ന് നമ്മൾ വിചാരിച്ചു. ആ സന്തോഷം കാരണം നമ്മുടെ നിസ്കാരം തെറ്റിപ്പോകുമെന്ന് വരെ നമ്മൾ പേടിച്ചു. അത്രയും പ്രതീക്ഷിക്കായിരുന്നു സഹാബാക്കൾ അള്ളാഹിൻ്റെ റസൂലിനെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൊണ്ട് ആംഗ്യം കാണിച്ചു നിസ്കാരം പൂർത്തീകരിക്കാൻ. അള്ളാഹിൻ്റെ റസൂൽ ആ മറ നീക്കി. പിന്നീട് ഒരു നിസ്കാരത്തിൻ്റെ സമയം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് വന്നിട്ടില്ല. ആ ദുഹാ നിസ്കാരത്തിൻ്റെ സമയം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ട മകൾ ഫാത്തിമാനെ അടുത്തേക്ക് വിളിച്ചു. മകളെ ചേർത്ത് പിടിച്ച് അള്ളാഹിൻ്റെ റസൂൽ ചില നിർദ്ദേശങ്ങൾ നൽകി, ഉപദേശങ്ങൾ നൽകി. മകൾക്ക് വേണ്ടി ദുആ ചെയ്തു. മകളോട് പറഞ്ഞു, മകളെ, എൻ്റെ മരണം അടുത്തിരിക്കുന്നു. ഫാത്തിമ കരഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, എൻ്റെ മരണശേഷം എൻ്റെ കുടുംബത്തിൽ നിന്ന് ആദ്യമായി നീയായിരിക്കും എന്നോട് ചേരുക. മകൾ ചിരിച്ചു, സന്തോഷം കാരണം.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം 6 മാസത്തിന് ശേഷം ഫാത്തിമ റളിയല്ലാഹു അൻഹ വഫാത്തായി. ശേഷം ഹസൻ ഹുസൈൻ പേരക്കുട്ടികളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് വിളിച്ചു. അവരുടെ നെറ്റിയിൽ അല്ലാഹുവിൻ്റെ റസൂൽ ചുംബിച്ചു. അവർക്ക് വേണ്ടി ദുആ ചെയ്തു. നാളെ ആഖിറത്തിൽ സ്വർഗ്ഗത്തിൽ അവരുടെ സ്ഥാനം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പറഞ്ഞു കൊടുത്തു. ശേഷം ഭാര്യമാരെ വിളിച്ചു. എല്ലാവരെയും വിളിച്ച് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകി. ആ സമയം അള്ളാഹുവിൻ്റെ റസൂലിന് വല്ലാത്ത വേദന അനുഭവപ്പെട്ടു, സഹിക്കാൻ കഴിയാത്ത വേദന. ആയിഷ റളിയല്ലാഹു അൻഹ അള്ളാഹുവിൻ്റെ റസൂലിനെ ചേർത്ത് മടിയിലേക്ക് കിടത്തി, റസൂലിൻ്റെ തല ചേർത്ത് പിടിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ, എൻ്റെ റസൂലിൻ്റെ തല ഞാൻ എൻ്റെ മാറോട് ചേർത്ത് പിടിച്ചു. ആ സമയത്ത് അബ്ദുറഹ്മാൻ ബിൻ അബീ ബക്കർ റസൂലിനെ കാണാൻ വീട്ടിലേക്ക് കയറി വന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു അറാക്കിൻ്റെ കൊള്ളിയുണ്ടായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ അത് നോക്കുന്നത് കണ്ടപ്പോൾ റസൂലിൻ്റെ താല്പര്യം ഞാൻ മനസ്സിലാക്കി അത് വാങ്ങി ചവച്ച് പദം വരുത്തി അള്ളാഹുവിൻ്റെ റസൂലിന് ഞാൻ മിസ്വാക്ക് ചെയ്തു കൊടുത്തു. ആ മിസ്വാക്ക് ചെയ്യുന്നതിനിടയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടായിരുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ മൗതി ലസകറാത്ത്. ആയിഷ, മരണത്തിൻ്റെ അതിൻ്റെ വേദനയുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ മരണത്തോടടുക്കാൻ. ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ, മിസ്വാക്ക് ചെയ്ത് കഴിഞ്ഞു. റസൂല് കണ്ണുകൾ ആകാശത്തേക്ക് ഉയർത്തി, തൻ്റെ കൈകൾ ആകാശത്തേക്ക് ഉയർത്തി. റസൂലിൻ്റെ ചുണ്ടുകൾ എന്തൊക്കെയോ മന്ത്രിക്കുന്നുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ചെവി ചുണ്ടോട് ചേർത്ത് വെച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ ഞാൻ ശ്രമിച്ചു. ആ സമയത്ത് അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നുണ്ടായിരുന്നത്, മഅല്ലദീന അൻഅംത അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ അല്ലാഹുമ്മ റഹംനി അല്ലാഹുമ്മഗ്ഫിർലി വഅൽഹിഖ്നി ബിർറഫീഖിൽ അഅല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായി ചെയ്ത ദുആ 3 പ്രാവശ്യം ആവർത്തിച്ചു. മിൻ മഅല്ലദീന അൻഅംത അലൈഹിം, അല്ലാഹുവേ നീ നിഅമത്ത് ചെയ്തവരോടൊപ്പം, മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, നബിമാരും സിദ്ദീഖീങ്ങളും ശുഹദാക്കളും സ്വാലിഹീങ്ങളും അടങ്ങുന്നവരോടൊപ്പം, അല്ലാഹുമ്മഗ്ഫിർലി, അല്ലാഹുവേ നീ എനിക്ക് മാപ്പാക്കി തരണം. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അവസാനത്തെ ദുആ, അല്ലാഹുമ്മ ഗഫിർലി, അല്ലാഹുവേ നീ എനിക്ക് മാപ്പാക്കി തരണം. വറഹംനി, നീ എന്നോട് കരുണ കാണിക്കണം നാളെ ആഖിറത്തിൽ. വഅൽഹിഖ്നി ബിർറഫീഖിൽ അഅല, ഉന്നതനായ ആ കൂട്ടുകാരനിലേക്ക് നീ എന്നെ ചേർക്കണം. ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 3 പ്രാവശ്യം ഇത് ആവർത്തിച്ചു. 3-ാമത്തെ പ്രാവശ്യം ആവർത്തിക്കുമ്പോഴേക്കും അല്ലാഹുവിൻ്റെ ഉയർത്തി വെച്ച റസൂലിൻ്റെ കൈ താഴേക്ക് വീണു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയസ്പന്ദം അവസാനിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ഞാൻ നേരെ ഓടിച്ചെന്നു എൻ്റെ വീട്ടിൻ്റെ പുറത്തേക്ക്. സഹാബാക്കൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. മാത റസൂലുള്ളാ, അല്ലാഹുവിൻ്റെ റസൂൽ വഫാത്തായി എന്ന് ഞാൻ ഉറക്കെ പ്രഖ്യാപിച്ചു. സഹാബാക്കൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കാൻ, അവർക്ക് ആ സത്യത്തെ അംഗീകരിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ സഹാബാക്കൾ നിൽക്കാൻ. എന്ത് ചെയ്യണമെന്നറിയില്ല. ഓരോരുത്തരും അവരുടേതായ രീതിയിൽ സംസാരിക്കാൻ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് വന്നു. അല്ലാഹുവിൻ്റെ റസൂലിനെ ഒരു പുതപ്പിൽ പുതപ്പിച്ച് കിടത്താൻ. അബൂബക്കർ സിദ്ദീഖ് വന്ന് റസൂലിൻ്റെ തലഭാഗത്ത് മുട്ടുകുത്തിയിരുന്നു. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മുഖത്തിൽ നിന്നും ആ മറ നീക്കി അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ നെറ്റിയിൽ ചുംബിച്ചു. അബൂബക്കർ സിദ്ദീഖ് ചുംബിച്ചിട്ട് നേരെ പുറത്തേക്ക് സഹാബാക്കളുടെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ. അള്ളാഹിൻ്റെ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു റസൂല് മാത്രമാണ്. ഇതിൻ്റെ മുമ്പും പല പ്രവാചകന്മാരും കഴിഞ്ഞു പോയിട്ടുണ്ട്. മൻ കാന യഅബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത് വമൻ കാന യഅബുദുല്ലാഹ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്. ആരാണ് മുഹമ്മദിനെ ആരാധിച്ചിരുന്നത്? മുഹമ്മദ് ഇതാ വഫാത്തായിരിക്കുന്നു, മരണപ്പെട്ടിരിക്കുന്നു. ആരാണ് അള്ളാഹുവിനെ ആരാധിക്കുന്നത്? ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്, അവൻ എന്നെന്നും ജീവിക്കുന്നവനാണ്. ഈ വാക്ക് കേട്ടപ്പോഴാണ് സഹാബാക്കൾക്ക് ആ സത്യം ഉൾക്കൊള്ളാൻ കഴിയുന്നത്. അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാൻ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി കേൾക്കുന്നത് പോലെ തോന്നി ആ ആയത്ത്. ഞാൻ പല പ്രാവശ്യം ഓതിയിട്ടുണ്ട്, പക്ഷെ അത് ആദ്യമായി കേൾക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാൻ, ഈ ആയത്ത് അബൂബക്കർ സിദ്ദീഖ് ഓതുമ്പോഴാണ് ഞാൻ ബോധരഹിതനായി വീഴും, പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. സഹാബാക്കൾ ആ ആയത്ത് കേട്ടപ്പോഴാണ്
അവർക്ക് ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിയുന്നത്. അത്രയും പ്രയാസപ്പെട്ടിട്ടുണ്ട് സഹാബാക്കൾ. എല്ലാവരും മരിച്ചുകൂടി. തിങ്കളാഴ്ച രാവിലെ ദുഹാൻ്റെ സമയത്ത് അല്ലാഹുവിൻ്റെ റസൂൽ വഫാത്തായി. തിങ്കളാഴ്ചയും കഴിഞ്ഞ് ചൊവ്വാഴ്ച രാത്രിയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുളിപ്പിക്കാൻ എടുക്കുന്നത്. സഹാബാക്കൾക്ക് എന്തും തിരിയുന്നില്ല. എല്ലാത്തിനും അല്ലാഹുവിൻ്റെ റസൂൽ ഉണ്ടായിരുന്നു. അവിടുന്ന് അങ്ങോട്ട് നേതൃത്വം നൽകാൻ, മുൻനിരയിൽ നിൽക്കാൻ, നിയന്ത്രിക്കാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വന്നു. ചൊവ്വാഴ്ച രാത്രി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുളിപ്പിക്കാൻ എടുത്തു. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പിതൃവ്യൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു, 2 മക്കള് ഖുസും ഫദ്ൽ റളിയല്ലാഹു അൻഹുമ, അതുപോലെ തന്നെ റസൂലിൻ്റെ മൗല ഷഖറാൻ, അതുപോലെ തന്നെ റസൂലിൻ്റെ വളർത്തു മകൻ സയ്യിദിൻ്റെ മകൻ ഉസാമ, അതുപോലെ തന്നെ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു, ഇവരാണ് അല്ലാഹുവിൻ്റെ റസൂലിനെ കുളിപ്പിച്ചത്. അബ്ബാസും ഫദ്ലും ഖുസുമും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി കൊടുത്തു. ഷഖറാനും ഉസാമയും അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ശരീരത്തിലേക്ക് വെള്ളമൊഴിച്ചു കൊടുത്തു. അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു ആ മുബാറക്കായ ശരീരം ഉരച്ച് കഴുകി ശുദ്ധിയാക്കി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുളിപ്പിച്ച് ചൊവ്വാഴ്ച രാത്രി ഓരോ സഹാബാക്കളും അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ജനാസ നിസ്കരിച്ചു. ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ ഒരു സഹാബത്തിനും ധൈര്യം കിട്ടിയിരുന്നില്ല. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ജനാസക്ക് ഇമാമത്ത് നിൽക്കാൻ ഒരു സഹാബയും ധൈര്യം കാണിച്ചില്ല. 10 അടങ്ങുന്ന സംഘങ്ങളായി ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് കയറി അവർ നിസ്കരിച്ചു. ആദ്യം അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കുടുംബക്കാരാണ് ജനാസ നിസ്കരിച്ചത്. പിന്നീട് മുഹാജിരിങ്ങൾ, പിന്നീട് അൻസാറുകൾ, പിന്നീട് സ്ത്രീകൾ, പിന്നീട് കുട്ടികൾ. അങ്ങനെ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ജനാസ സഹാബാക്കൾ നിസ്കരിച്ചു. സഹാബാക്കൾക്ക് തിരിയുന്നില്ല എവിടെയാണ് ദഫൻ ചെയ്യേണ്ടത്. സാധാരണ മദീനക്കാരെ ബഖിയുൽ ഗർഖദിലാണ് ദഫൻ ചെയ്യുക. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഈ മുബാറക്കായ ശരീരം ഏത് മണ്ണിലാണ് വെക്കുക എന്നുള്ളത് സഹാബാക്കൾക്ക് ഊഹിക്കാൻ പോലും കഴിയാത്ത പ്രയാസം. ഒന്നും ചെയ്യാൻ തിരിയുന്നില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മാ ഖുബില നബിയ്യുൻ ഇല്ലാ ദുഫിന ഹൈസു യുഖ്ബൽ. ഓരോ പ്രവാചകന്മാരും എവിടെയാണോ വഫാത്താകുന്നത് ആ മണ്ണാണ് ആ ശരീരത്തിന് ഏറ്റവും അർഹതപ്പെട്ടതെന്നുള്ള ആ ഹദീസ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണർത്തി. അബൂ തൽഹ റളിയല്ലാഹു അൻഹു അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ശരീരം അവിടുന്ന് മാറ്റി ആ ഭാഗത്ത് ഖബർ കുഴിച്ചു. ചൊവ്വാഴ്ച രാത്രിയാണ് ഖബർ കുഴിക്കുന്നത്. ബുധനാഴ്ച രാത്രിയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം ദഫൻ ചെയ്യുന്നത്. ആ ഖബറിലേക്ക് ലഹദിൻ്റെ രൂപത്തിലാണ് ഖബർ ഉണ്ടാക്കിയത്. ഖബറിലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം എടുത്തു വെക്കുന്നത് ഫദ്ൽ ഇബ്നു അബ്ബാസും ഖുസുമും അബ്ബാസ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു, ഇങ്ങനെയുള്ള പ്രഗത്ഭരായ സഹാബാക്കളാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം ഖബറിലേക്ക് എടുത്തു വെച്ചത്. ആ മുബാറക്കായ ശരീരത്തിൽ ഭൂമി ലോകത്ത് അവസാനമായി സ്പർശിച്ച സഹാബി ശുഅബത്ത് ബിൻ മുഗീറ റളിയല്ലാഹു അൻഹു, അവസാനമായിട്ട് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ശരീരം തൊട്ട സഹാബിയാണ്. ആ വലിയ നിഅമത്ത് ആ സഹാബി കരസ്ഥമാക്കി. ബുധനാഴ്ച രാത്രിയാണ്, തിങ്കളാഴ്ച രാവിലെ വഫാത്തായി, ബുധനാഴ്ച രാത്രിയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹാബാക്കൾ ദഫൻ ചെയ്യുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ റസൂൽ വഫാത്തായ ആ വീട്ടിൽ. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ദഫൻ ചെയ്ത് നമ്മൾ അറിയുന്നത് മണ്ണ് കുടിക്കുന്ന ശബ്ദം കേട്ടിട്ടാണ്. പെണ്ണുങ്ങൾ ആ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല, ആണുങ്ങളായിരുന്നു നേതൃത്വം നൽകിയത്. അതിനുശേഷമാണ് ബുധനാഴ്ച രാത്രി അങ്ങെത്തി. അപ്പോഴാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഫൻ ചെയ്ത് മണ്ണ് വാരിക്കൂട്ടുന്ന ശബ്ദം കേട്ടപ്പോഴാണ് അല്ലാഹുവിൻ്റെ റസൂലിനെ മണ്ണിലേക്ക് എടുത്തു വെച്ചു എന്നത് നമ്മൾ അറിയുന്നതെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പ്രസ്താവിക്കുന്നു. പ്രിയമുള്ളവരെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന നാളുകൾ ആ രീതിയിലായിരുന്നു. ആ സമയത്തും അല്ലാഹുവിൻ്റെ റസൂൽ അവസാനമായി നമുക്ക് നൽകിയ ഉപദേശം, ഞാൻ വിട്ടു പോകുമ്പോൾ 2 കാര്യങ്ങളാണ്. ഒന്ന് കിതാബുല്ലാഹി വസുന്നത്ത് റസൂലി, ഒന്ന് അല്ലാഹുവിൻ്റെ കിതാബും, 2 റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുമാണ്. അതാണ് പ്രിയമുള്ളവരുടെ നമ്മുടെ ദീൻ. അതിലായിരിക്കണം നമ്മുടെ ജീവിതം മുന്നോട്ട് പോകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് വലിയ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ. ഒരിക്കൽ കൂടി
അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് പൂർണ്ണ മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനെ സംബന്ധിച്ചാണ് സൂചിപ്പിച്ചത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്കുള്ള ഹക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നമ്മോട് കൽപ്പിച്ച കൽപ്പനയാണ്. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അല്ലാഹുവും അല്ലാഹുവിൻ്റെ മലക്കുകളും റസൂലിൻ്റെ പേരിൽ സ്വലാത്തുകൾ ചൊല്ലുന്നു. വിശ്വാസികളെ, നിങ്ങളും അള്ളാഹിൻ്റെ റസൂലിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം എടുത്തു പറഞ്ഞു, വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ എൻ്റെ പേരിൽ സ്വലാത്തുകൾ അധികരിപ്പിക്കുക. കാരണം ഫഇന്ന സ്വലാത്തകും മഅറൂദത്തുൻ അലയ്യ, നിങ്ങളുടെ സ്വലാത്തുകൾ എൻ്റെ അടുക്കൽ പ്രദർശിപ്പിക്കപ്പെടും. നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരുകൾ പറഞ്ഞുള്ള മലക്കുകൾ എൻ്റെ അടുക്കൽ പ്രദർശിപ്പിക്കും. ഇന്നാളുടെ മകൻ ഇന്നാൾ പ്രവാചകരെ താങ്കളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ടെന്ന് മലക്കുകൾ എൻ്റെ അടുക്കൽ പ്രദർശിപ്പിക്കപ്പെടും. അതുകൊണ്ട് നിങ്ങൾ പ്രിയമുള്ളവരെ സ്വലാത്ത് അധികരിപ്പിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നമ്മുടെ പേരുകൾ ആവർത്തിച്ച് കേൾപ്പിക്കുക. എന്നാൽ ആഖിറത്തിൽ ആ പരിചയം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗലിൻ്റെ അടുക്കൽ നമ്മോട് കാണിക്കും. നമ്മുടെ പേരുകൾ നിരന്തരം ഒരു ദിവസം അള്ളാഹിൻ്റെ റസൂലിൻ്റെ അടുക്കൽ പറയപ്പെടുന്ന പേരുകളാവുക. ആ പേര് അള്ളാഹിൻ്റെ റസൂൽ ഉമ്മത്തീങ്ങളിൽ നിന്നും ആ പറയപ്പെടുന്ന പേരുകൾ നാളെ ഹൗലിൻ്റെ അടുക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയം പുതുക്കുമെന്നുള്ളതാണ്. അത് പ്രിയമുള്ളവരെ, സ്വലാത്ത് അധികരിപ്പിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഒരു ദിവസവും സ്വലാത്തില്ലാത്തൊരു ദിവസം നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോകരുത്. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാവിധ ഹക്കുകളും പൂർത്തീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. وأقول قولي هذا واستغفر الله لي ولكم ولجميع المؤمنين والمؤمنات فاستغفروه إنه هو الغفور الرحيم.